A homework question. First question. List the members of H is equal to set of all x square such that x element of D4. ഇതിന്റെ മീനിങ് എന്താണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് സ്ക്വയർ എക്സ് എലമെന്റ് ഓഫ് D4. നമുക്ക് D4 എലമെന്റ്സ് അറിയാലോ. D4 എലമെന്റ്സ് ആരൊക്കെയാ? R0, R90, R180, R270, H, V, D, D dash. അപ്പോൾ ഇതിന്റെ മീനിങ് എന്താ? സെറ്റ് ഓഫ് ഓൾ എക്സ് സ്ക്വയർ സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് D4 എന്ന് വെച്ചാൽ R0 സ്ക്വയർ അല്ലെ, R90 സ്ക്വയർ, R180 സ്ക്വയർ, R270 സ്ക്വയർ, H സ്ക്വയർ, V സ്ക്വയർ, D സ്ക്വയർ, D ഡാഷ് സ്ക്വയർ. ഇതാണല്ലോ ഈ സെറ്റിന്റെ ഇവർ H ഈക്വൽ ടു ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്. സെറ്റിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ. എന്താണ് ഈ സെറ്റിന്റെ സ്ട്രക്ചർ? എക്സ് സ്ക്വയർ സച്ച് ദാറ്റ് എക്സ് എലമെന്റ് ഓഫ് D4 എന്ന് വെച്ചാൽ D4ലുള്ള എല്ലാ എലമെന്റ്സുകളുടെയും സ്ക്വയർ എടുക്കുക എന്നുള്ളതാണ്. D4ലെ എലമെന്റ്സുകൾ ഇത്രയും പേരാണ്. ഇവിടെ എല്ലാവരുടെയും സ്ക്വയർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇനി പറഞ്ഞേ, എന്താണ് R0ന്റെ സ്ക്വയർ? R0ന്റെ സ്ക്വയർ R0 അല്ലേ? R0 സ്ക്വയർ R0 അത് R0 ആണ് അല്ലേ? അടുത്ത R90ന്റെ സ്ക്വയർ R90 ഇൻറ്റു R90. R90 ഇൻറ്റു R90 എന്താ? ടേബിൾ നോക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്കറിയാം ഈ സഫിക്സുകളെ തമ്മിൽ അങ്ങ് ആഡ് ചെയ്താൽ 90 പ്ലസ് 90. അടുത്ത R180 സ്ക്വയർ എന്താ? R180 ഇൻറ്റു R180 അല്ലേ? അതും സഫിക്സുകളെ തമ്മിൽ ആഡ് ചെയ്താൽ 360 എന്ന് വെച്ചാൽ 0 ഡിഗ്രിയാണ്. അടുത്ത് R270 സ്ക്വയർ എന്താ? R270 ഇൻറ്റു R270 540 അല്ലേ? 540 ആകുമ്പോൾ 360 540 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാ അല്ലേ? 270 അല്ലേ? R 540 അല്ലേ? 540 ആകുമ്പോൾ 160 270 അല്ലേ? ശരിയാണോ? അപ്പോൾ Hലെ എലമെന്റ്സ് ആരൊക്കെ വരും? R0ന്റെ സ്ക്വയർ R0, R90ന്റെ സ്ക്വയർ R180, R180ന്റെ സ്ക്വയർ എത്രയാ? R0 എഴുതിയല്ലോ, നമ്മൾ ഇനി എഴുതേണ്ട ആവശ്യമില്ല. ഇത് 2 പ്രാവശ്യം വന്നല്ലോ, ശരിയല്ലേ? അല്ലേ? 540 അല്ലേ? ഇവിടെ 180 അല്ലേ? നമ്മൾ കേട്ടോണ്ടിരിക്കുകയാണ് അവിടെ. 180 അല്ലേ? R270 R180 അല്ലേ? അത് ഞാനീ പറയുന്നത് കേൾക്കുന്നില്ലേ? നിങ്ങൾ ബോർഡ് കാണുന്നില്ലേ? അടുത്ത് Hന്റെ സ്ക്വയർ എന്താണ്? നിങ്ങൾ പറ. Hന്റെ സ്ക്വയർ എന്താണ്? H ഇൻറ്റു H എത്രയാണ്? ഇവിടെ H ഇൻറ്റു H എത്ര? R0 അല്ലേ? V സ്ക്വയർ V ഇൻറ്റു V അതും R0 ആണ് അല്ലേ? അടുത്ത് D സ്ക്വയറും D ഇൻറ്റു D അതും R0 ആണ്. D ഡാഷ് സ്ക്വയർ അത് D ഡാഷ് ഇൻറ്റു D ഡാഷ് അതും R0 ആണ്. അപ്പോ ആകെപ്പാടെ 2 എലമെന്റ്സേ ഉള്ളൂ H അല്ലെ? Hല് ഇത്രയും ആൾക്കാരുടെ സ്ക്വയർ എടുത്തപ്പോ 2 ആൾക്കാരേ ഉള്ളൂ. R0 180 മാത്രം, R180 മാത്രം. ചോദിച്ചിരിക്കുന്നത് എന്താ? ഇവിടത്തെ എലമെന്റ്സിനെ ലിസ്റ്റ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. ഇത്രയേ ഉള്ളൂ. അടുത്ത് ചോദിച്ചിരിക്കുന്നത് എന്താ? K is equal to set of all x in D4 അങ്ങനെയല്ലേ? such that
എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇ. ആരുടെയൊക്കെ ഇതിന് ആ സെറ്റിന്റെ സ്ട്രക്ചർ മനസ്സിലാവണേ. സെറ്റ് തിയറി മനസ്സിലാവാത്തതാണ് ഏറ്റവും വലിയ പ്രശ്നം. കെ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ഇൻ ഡി ഫോർ സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഇ എന്ന് വെച്ചാൽ മീനിങ് എന്താ? ഡി ഫോറിലുള്ള ആരുടെയൊക്കെ സ്ക്വയർ എടുക്കുമ്പോഴാണോ ഐഡന്റിറ്റി വരുന്നത് അവരാണ് ഇവിടെ വരുന്നത്. നമുക്കറിയാലോ ആരുടെയൊക്കെ സ്ക്വയർ ഐഡന്റിറ്റി നോക്ക്, ഇതിൽ തന്നെ ഉണ്ട്, ഞാനിപ്പോ പറഞ്ഞിരിക്കുന്നതിൽ തന്നെ ഉണ്ട്. R0 സ്ക്വയർ ഐഡന്റിറ്റിയാണ്. R9 അടുത്ത് R180ന്റെ സ്ക്വയറും അതും ഐഡന്റിറ്റിയാണ്. എച്ചിന്റെ സ്ക്വയറും ബിന്റെ സ്ക്വയറും ഡിന്റെ സ്ക്വയറും ഡി ഡാഷിന്റെ സ്ക്വയറും എല്ലാം ഐഡന്റിറ്റിയാണ്. അപ്പൊ ആര് വരും കെയില്? കെയിൽ വരുന്ന ആൾക്കാർ ആരൊക്കെയുണ്ട്? R0ന്റെ സ്ക്വയർ അല്ലെ, വേണമെങ്കിൽ ഇവിടെ പറയാം R0 എലമെന്റ് ഓഫ് കെ ആണ്. എന്താ റീസൺ? സിൻസ് R0 സ്ക്വയർ എലമെന്റ് ഓഫ് R0 സ്ക്വയർ ഇസ് ഈക്വൽ ടു ഐഡന്റിറ്റി അല്ലെ. ഇവിടെ എക്സ് ഇൻ ഡി ഫോർ സച്ച് ദാറ്റ് ഇവിടത്തെ എക്സ് സ്ക്വയർ, ഇവിടത്തെ ഐഡന്റിറ്റി എലമെന്റ് R0 അല്ലേ. അപ്പൊ ഈക്ക് ഒരു R0. അടുത്ത് R90 എലമെന്റ് ഓഫ് കെ ആണ്. കാര്യം എന്താ? R90ന്റെ സ്ക്വയർ ഇല്ല. R90 നോട്ട് എലമെന്റ് ഓഫ് കെ ആണ്. കാരണം R90ന്റെ സ്ക്വയർ എന്തല്ല? R0 അല്ല. അടുത്ത് R180 എലമെന്റ് ഓഫ് കെ ആണ്. കാര്യം എന്താ? R180ന്റെ സ്ക്വയർ എന്താണ്? ഐഡന്റിറ്റി ആണ്. ശരിയല്ലേ? അടുത്ത് R270 കെയിൽ ഉണ്ടാവില്ല. കാര്യം എന്താ? സിൻസ് R270ന്റെ സ്ക്വയർ എന്തല്ല? ഐഡന്റിറ്റി അല്ല. അതുപോലെ H എലമെന്റ് ഓഫ് കെ ആണ്. കാര്യം എന്താ? Hന്റെ സ്ക്വയർ ഐഡന്റിറ്റി ആണ്. അതുപോലെ ബി എലമെന്റ് ഓഫ് കെ ആണ്. കാര്യം എന്താ? ബിന്റെ സ്ക്വയർ ഐഡന്റിറ്റി ആണ്. ഡി എലമെന്റ് ഓഫ് കെ ആണ്. കാര്യം എന്താ? ഡിന്റെ സ്ക്വയർ ഐഡന്റിറ്റി ആണ്. അതുപോലെ ഡി ഡാഷും എലമെന്റ് ഓഫ് കെ ആണ്. കാര്യം ഡി ഡാഷിന്റെ സ്ക്വയറും എന്ത് തന്നെയാണ്? ഐഡന്റിറ്റി ആണ്. അപ്പൊ ഇവിടെ ആരൊക്കെ വരും കെയില്? കെയിൽ വരുന്ന ആൾക്കാർ ആരൊക്കെയാ? കെയിൽ വരുന്ന ആൾക്കാര് R0ന്റെ സ്ക്വയർ ഐഡന്റിറ്റി ആയതുകൊണ്ട് കെയിൽ R0 വരും. R90ന്റെ സ്ക്വയർ ഐഡന്റിറ്റി അല്ലാത്തതുകൊണ്ട് R90 വരില്ല. 180ന്റെ സ്ക്വയർ എന്താണ്? R180ന്റെ സ്ക്വയർ ഐഡന്റിറ്റി ആയതുകൊണ്ട് R180 വരും. R270ന്റെ സ്ക്വയർ 180 ആയതുകൊണ്ട് അല്ല, അതുകൊണ്ട് വരത്തില്ല. പിന്നെ ആര് വരും? H, K, V, D ഡാഷ്. ഇത്രയും ആൾക്കാർ വരും അല്ലേ. ഇതാണ് കെയിലെ എലമെന്റ്സ്. എച്ചിലെ എലമെന്റ്സ്. എലമെന്റ്സിനെ ലിസ്റ്റ് ചെയ്യാനല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ അല്ലേ? ഡൗട്ട് ഉണ്ടോ? സെക്കൻഡ് question എന്താ? Prove that the set of all 2x2 matrices with entries from R and determinant 1 is a group under matrix multiplication. ഇത് ആരാ തന്നിരിക്കുന്നത്? ഇവിടെ നമ്മൾ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സെറ്റ് ഓഫ് ഓൾ 2x2 matrices അല്ലെ. ഇത് GL2R അല്ലേ തന്നിരിക്കുന്നത് അല്ലേ? ഇവിടെ തന്നിരിക്കുന്നത് GL2R ആണ്. സെറ്റ് ഓഫ് ഓൾ 2x2 matrices such that entries in ഡിറ്റർമിനന്റ് ഒന്ന് തന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഇത് GL2R അല്ല, SL2R. such that നമുക്ക് എഴുതാം. GL2R എഴുതാം. GL2R എന്ന് വെച്ചാൽ നമുക്കറിയാം such that AD minus BC determinant not equal to 0. ഇത് GL2R. Also SL2R. SL2R ആരാ? സെറ്റ് ഓഫ് ഓൾ
2/2 റിയൽ മെട്രിസസ് സച്ച് ദാറ്റ് എല്ലാം റിയൽ നമ്പേഴ്സ് ഒക്കെ ശരി തന്നെയാണ്, പക്ഷെ ഡിറ്റർമിനന്റ് എന്തേ പാടുള്ളൂ? ഡിറ്റർമിനന്റ് എ ഡി മൈനസ് ബി സി ഈക്വൽ ടു 1 പാടുള്ളൂ. അപ്പോൾ ക്ലിയർലി ഞാനിത് പ്രൂവ് ചെയ്തിട്ടില്ലേ? ഇത് പ്രൂവ് ചെയ്തിട്ടുണ്ടോ ക്ലാസ്സിൽ? SL2R സബ്സെറ്റ്, GL2Rന്റെ സബ്സെറ്റ് ആണ് SL2R. അപ്പോൾ ഞാനിത് പ്രൂവ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതി കാണുമെന്ന് പ്രതീക്ഷിക്കുകയാണ് പ്രൂഫ്, അല്ലേ? അവിടെ 2 എലമെന്റ്സ് SL2R എന്ന് എടുക്കുന്ന നമ്മൾ എയും ബിയും 2 മെട്രിക്സ് ആണ്. എയും ബിയും SL2R എലമെന്റ്സ് ആണ്. അപ്പോൾ എന്തായിരിക്കും? ഡിറ്റർമിനന്റ് ഓഫ് എയും 1 ആയിരിക്കും, ഡിറ്റർമിനന്റ് ഓഫ് ബിയും 1 ആയിരിക്കും, അല്ലേ? അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എ ബി നമുക്കറിയാം, ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ബി ആണ്. അത് 1 × 1 1 ആണ്, നമുക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ അസോസിയേറ്റിവിറ്റി, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റീവ് ആണ്. അപ്പോൾ അസോസിയേറ്റിവിറ്റി ശരിയാവും. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആണ്, അതുകൊണ്ട് അസോസിയേറ്റിവിറ്റി ശരിയാവും. എ ബി ഇൻറ്റു സി ഈസ് ഈക്വൽ ടു എ ഇൻറ്റു ബി സി. അതുപോലെ ഐഡന്റിറ്റി എലമെന്റ് ആരാ? 1 0 0 1. ഈ മെട്രിക്സ് 2/2 ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. ഇതിന്റെ ഡിറ്റർമിനന്റ് 1 ആണ്. അപ്പോൾ ഇത് ഉറപ്പായിട്ട് എവിടെ ഉണ്ടാവും? SL2R ഉണ്ടാവും. അതുപോലെ തന്നെ അത് റഫായിട്ട് എഴുതുന്നുള്ളൂ, നമ്മൾ കാര്യമായിട്ട് എഴുതിയിട്ടുണ്ട്. എ എലമെന്റ് ഓഫ് എ എന്ന മെട്രിക്സ് SL2R ഉണ്ടെങ്കിൽ നമുക്കറിയാം ഡിറ്റർമിനന്റ് ഓഫ് എ 1 ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ എന്തുണ്ടാവും? ഒരു എ ഇൻവേഴ്സ് ഉണ്ടാവും. ദെൻ there exists എ ഇൻവേഴ്സ്, സോ ദാറ്റ് എ ഇൻറ്റു എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഐ ആണ്. അപ്പോൾ രണ്ട് സൈഡും ഡിറ്റർമിനന്റ് എടുത്താൽ ഡിറ്റർമിനന്റ് എ ഇൻറ്റു എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് ഐ. ഡിറ്റർമിനന്റ് ഓഫ് ഐ എന്താണ്? 1 ആണ്. ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻവേഴ്സ് ഇസ് ഈക്വൽ ടു 1 ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് വരും. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻവേഴ്സ് എന്താ? 1 ഡിറ്റർമിനന്റ് ഓഫ് എ 1 ആണ്. 1/1 1 ആണ്. അപ്പോൾ എ ഇൻവേഴ്സ് എവിടെ വരും? എ ഇൻവേഴ്സും SL2R വരും. ഇൻവേഴ്സും ഉണ്ട്, അതുകൊണ്ട് ഇത് ഗ്രൂപ്പാണ്. നോട്ട്ബുക്ക് നോക്കിയാൽ മതി, വ്യക്തമായ പ്രൂഫ് അവിടെ ഉണ്ടാവും. തേർഡ് ക്വസ്റ്റ്യൻ. ഇടോ അക്ഷയ് കുമാർ പറയടേ, അല്ലെങ്കിൽ അജയ് കുമാർ പറ. അജയ് കുമാർ ഇത് പറഞ്ഞേ, മൂന്നാമത്തെ ആൻസർ പറ പെട്ടെന്ന്, സമയമില്ല നമുക്ക്, ഇത് മൊത്തം ഡിസ്കസ് ചെയ്യണം. തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ പറ. Give an example of a group with 105 elements. Give an example of a group with 105 elements. ഉണ്ടോടെ? അക്ഷയ് പറ. അക്ഷയ്, അജയനെ അറിഞ്ഞൂടാ? അക്ഷയ് പറ. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഞാൻ ഹോംവർക്ക് ഇട്ട ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ, അല്ലെങ്കിൽ ഒന്നും എന്താണ് പറയുന്നൊരു ഐഡിയ ഉണ്ടാവില്ല. Give an example of a group with 105 elements അല്ലേ? ഗോപികെ ഒന്ന് പറഞ്ഞേ. ഗോപിക ഇല്ലേ? ആഹാ. എടാ നമ്മള് ആകപ്പാടെ വളരെ കുറച്ച് ഗ്രൂപ്പുകളെ പഠിച്ചോളൂ. ഇസഡ് എന്നൊരു ഗ്രൂപ്പ് പഠിച്ചു. ഈ ഗ്രൂപ്പിലെ എലമെന്റ്സ് ആരൊക്കെയാ? ഇതല്ലേ ഇസഡ് എന്നിലെ ഗ്രൂപ്പ്. അപ്പോ ഇസഡ് എന്നിന്റെ ഓർഡർ എന്താണ്? ഓർഡർ ഓഫ് ഇസഡ് എൻ എന്തോടെ പറയടോ? എന്നല്ലേ? അപ്പൊ നിങ്ങളോട് ആരെങ്കിലും
give an example of a group with 10 element എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? Give an example of a group with Zn group അല്ലേ? അത് ബുദ്ധിമുട്ടുണ്ടോ? ഇവിടെ Zn is a group അല്ലേ? Z11 എടുത്താൽ എത്ര 11 elements വരുള്ളൂ. We have Zn is a group with n elements. ശരിയാണോ? Zn is a group with n elements. Order of Zn n ആണ്. എന്ന് വെച്ചാൽ Z2 2 എലമെന്റ് ഉള്ള ഒരു ഗ്രൂപ്പ് പറയാൻ പറഞ്ഞാൽ നമ്മൾ Z2 പറയും, 3 എലമെന്റ് ഉള്ള ഒരു ഗ്രൂപ്പ് പറയാൻ പറഞ്ഞാൽ Z3 പറയും, 4 എലമെന്റ് ഉള്ള ഒരു ഗ്രൂപ്പ് പറയാൻ പറഞ്ഞാൽ Z4 പറയും, 5 എലമെന്റ് ഉള്ള ഗ്രൂപ്പ് പറയാൻ പറഞ്ഞാൽ Z5 വരും, 6 എലമെന്റ് ഉള്ള ഒരു ഗ്രൂപ്പ് പറയാൻ പറഞ്ഞാൽ Z6 പറയും. ശരി തന്നെ? 100 എലമെന്റ് ഉള്ള ഒരു സെറ്റ് പറയാൻ ഗ്രൂപ്പ് പറയാൻ പറഞ്ഞാൽ Z100 പറയും. ശരി തന്നെ? അപ്പോ പറ ഗോപിയെ. Z105 അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. Z105 is a Z105 ആരാ? സെറ്റ് 0 1 2 3 etc 104 is a group with 105 elements അല്ലേ? അല്ലെങ്കിൽ Z105 എന്ന ഗ്രൂപ്പിന്റെ ഓർഡർ 105 ആണ്. ഇനി എടോ നമുക്കറിയാലോ, വി ഹാവ് ഡി എൻ എന്ന് വെച്ചാൽ ഡി എൻ എന്തുകൊണ്ടത്? എടാ എന്തോടാ ഡി എൻ? എന്ത് ഡൈഹെഡ്രൽ ഗ്രൂപ്പ്? ഇടയ്ക്കിടയ്ക്ക് ഇത് പറയണേ, ഈ വാക്കുകൾക്ക് പറയണം. നമ്മൾ ആദ്യമായിട്ട് കേട്ടിട്ടൊന്നും ഒരു 10-15 ദിവസത്തിലായിട്ടുള്ളൂ. കുറെ പ്രാവശ്യം പറഞ്ഞു ശീലിക്കുക. വി ഹാവ് ഡി എൻ ദ എന്ത് ഡിഹെഡ്രൽ ഗ്രൂപ്പ് അല്ലേ? അതെന്താണ്? ഇതാണ് ഡി എൻ അല്ലേ? ഇതാണ് ഡി എൻ എങ്കിൽ ഡി എന്നിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ഡി എൻ. 2 തൂണിനകത്ത് ഒരു സെറ്റ് ഇട്ടാൽ ആ സെറ്റിലെ നമ്പർ ഓഫ് എലമെന്റ്സ് എന്നാണ്. ഡി എന്നിൽ എലമെന്റ്സുകളുടെ എണ്ണം എത്ര? 2n ആണ്. അതിലെ പകുതി റൊട്ടേഷൻസും പകുതി റിഫ്ലക്ഷൻസും ആണ്. ഓർമ്മയുണ്ടോ? പകുതി റൊട്ടേഷൻസും ബാക്കി പകുതി റിഫ്ലക്ഷൻസും ആണ്. n റൊട്ടേഷൻസും ഉണ്ട്, n റിഫ്ലക്ഷൻസും ഉണ്ട്. എന്നും എന്നും ചേരുമ്പോൾ n+n 2n എലമെന്റ്സ് ആവും. ഇതറിയാത്തവരാരും ഇല്ലല്ലോ. അപ്പോ ഇതിന് എന്ത് പറയാം? That is Dn is a group with എത്ര elements ആ? എത്ര elements ഓടോ? എത്ര elements ആ? 2n elements ആ. Dn is a group with 2n elements. ശരിയാണോ? ഏത് നമ്പർ എടുത്താലും ഡി എൻ ഗ്രൂപ്പാണ്. അപ്പൊ നമുക്ക് രണ്ടാമത് പറഞ്ഞിരിക്കുന്ന എന്താണോ? സെക്കൻഡ് പറഞ്ഞിരിക്കുന്ന എന്താ? സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന എന്താ? സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന എന്താ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായി. സെക്കൻഡ് ക്വസ്റ്റ്യൻ എത്ര എലമെന്റ്സുകളുടെ ഗ്രൂപ്പ് പറഞ്ഞിരിക്കുന്നത്? Give 2 examples of a group with 44 elements. പറയണേ. ഇനി അക്ഷയ് പറ. 44 എലമെന്റ്സ് ഉള്ള 2 ഗ്രൂപ്പുകൾ പറ. ഇനി പറയടോ 44 എലമെന്റ്സ് ഉള്ള 2 ഗ്രൂപ്പുകൾ. 44 എലമെന്റ്സ് ഉള്ള 2 ഗ്രൂപ്പുകളെ പറ്റി പറയടോ. 44 എലമെന്റ്സ് ഉള്ള 2 ഗ്രൂപ്പുകളെ പറ്റി പറയാൻ പറ്റുമോ? അക്ഷയില്ലേ? അജയകുമാർ ഇല്ലേ? അരവിന്ദ് പറയടോ. അരവിന്ദ് ഇല്ലേ? അരവിന്ദ് ഇല്ലേ? അരവിന്ദും ഇല്ലേ? ആരുണ്ടോ ഇപ്പോൾ? യദു പറയടാ. യദു ഓ
ക്വസ്റ്റ്യൻ ഇല്ലേ ക്വസ്റ്റ്യൻ? ഹോംവർക്ക് ചെയ്യാതെ വന്നിരിക്കണേ. എന്തോ ഇന്നലെ കാര്യമായിട്ട് പറഞ്ഞില്ലേ ഹോംവർക്ക് ചെയ്യണമെന്ന്? ഈ ഹോംവർക്ക് ചെയ്യാതെ ഇരിക്കുന്നെങ്കിൽ ഞാൻ പറഞ്ഞൊന്നും മനസ്സിലാവില്ല, ക്വസ്റ്റ്യൻ ഒന്നും മനസ്സിലാവാതെ ഇരിക്കുകയായിരിക്കും നിങ്ങൾ. അതായിരിക്കും അവന്മാർ ഉണ്ടാക്കുന്നത് അല്ലേ? അതായത് ഗീവ് ആൻ എക്സാമ്പിൾ, ഗീവ് ടു എക്സാമ്പിൾസ് വിത്ത്, ഗീവ് ടു എക്സാമ്പിൾസ് വിത്ത്, give two examples of a group with 44 elements. പറഞ്ഞേ, give two examples of a group with 44 elements. എന്താ പറഞ്ഞേ, ഇനി പറഞ്ഞേ. ഇത് അതും പറയാറിയില്ലേ? Zn is a group with, Dn is a group with 2n elements അല്ലേ? പറഞ്ഞോ പറഞ്ഞോ പറഞ്ഞോ, കേൾക്കുന്നില്ല? കാണുന്നില്ലേ? Give two elements of a group with 44 elements. Zn is a group with 10 elements അല്ലേ? Zn is a group with 10 elements. അതുപോലെ dn താഴെ കണ്ടില്ലേ? dn എത്രയാ? dn is a group with 2n elements. dn is a group with 2n elements. അപ്പൊ ഞാൻ ചോദിച്ചത് 2n elements ഉള്ള ഗ്രൂപ്പ് dn, n elements ഉള്ള ഗ്രൂപ്പ് zn. ഞാൻ ഇവിടെ ചോദിച്ചിരിക്കുന്ന ആദ്യം നമ്മൾ 105 elements ഉള്ള ഗ്രൂപ്പ് പറയാൻ പറഞ്ഞു, ഗോപിയെ പറഞ്ഞു. അത് Z105 ആണ്, 105 elements ഉള്ള ഗ്രൂപ്പ്. അടുത്ത് 44 elements ഉള്ള ഗ്രൂപ്പാണ് ചോദിച്ചിരിക്കുന്നത്. ആരാ 44 elements ഉള്ള ഗ്രൂപ്പ്സ്? രണ്ട് ഗ്രൂപ്പുകൾ. ഒന്ന് ആരാ? Z44 അല്ലേ? Z44. അടുത്തതാ എട്ടാമത്തെ ഗ്രൂപ്പ് ആരാ? D22 അല്ലേ? D22 എത്ര എലമെന്റ്സ് ഉണ്ടാവും? 44 എലമെന്റ്സ്. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. കെയ്ലീസ് ടേബിൾ അത് എഴുതുന്നുണ്ടല്ലോ അല്ലേ? എടുത്തിട്ടുണ്ടോ? കെയ്ലീസ് ടേബിൾ. ഫോർത്ത് ക്വസ്റ്റ്യൻ. കെയ്ലീസ് ടേബിൾ ഫോർ U12 അല്ലെ? U12 എലമെന്റ്സ് ആരാ? 12 റിലേറ്റീവ്ലി പ്രൈം ആവുന്ന ആൾക്കാർ 1, 5 അല്ലേ? 7, 11. 4 പേരല്ലേ ഉള്ളൂ. ഇതിന്റെ ടേബിളിൽ എഴുതാൻ പറഞ്ഞേ. 1, 5, 7, 11. നമുക്കറിയാലോ, വി ഹാവ് U12 ഈസ് എ ഗ്രൂപ്പ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 12. ശരിയാണോ? U12 ഈസ് എ ഗ്രൂപ്പ് അണ്ടർ മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 12 അല്ലേ? We have UN is a group under 12 റിലേറ്റീവ്ലി പ്രൈം ആവുന്ന വേറെ ആരുമില്ലല്ലോ. 1ഉം 5ഉം 11ഉം 7ഉം 11ഉം ഇല്ലല്ലോ. വേറെ ആരെങ്കിലും ഉണ്ടോ? We have UN.
the set of units in the set of units in the set of all units in Zn is a group under multiplication modulo n. Set of all units in Zn, അതായത് n മാറ്റി റിലേറ്റീവ്ലി പ്രൈം ആവുന്ന ആൾക്കാരില്ലേ, Zn എന്ന് വെച്ചാൽ അഡീഷണൽ മോഡുലോ എന്നിൽ ഗ്രൂപ്പാണ്, അവിടെ n എലമെന്റ്സ് ഉണ്ട്. UN എന്ന് വെച്ചാൽ മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ എന്നിൽ ഗ്രൂപ്പാണ്, അത് n മാറ്റി റിലേറ്റീവ്ലി പ്രൈം ആവുന്ന ആൾക്കാർ. UN എലമെന്റ്സുകളുടെ എണ്ണം എത്രയാണ്? Zn എലമെന്റ്സുകളുടെ എണ്ണം അല്ലെ, നമ്പർ ഓഫ് ഓർഡർ ഓഫ് Zn എന്നും ഓർഡർ ഓഫ് UN എത്രയാണ്? phi of n ആണ്. നമ്പർ ഓഫ് പോസിറ്റീവ് ഇന്റിജേഴ്സ് ലെസ് ദാൻ n ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു n. നമ്മളിത് ഗ്രൂപ്പാണെന്ന് കണ്ടവരാണ്, നമ്മളിത് ഗ്രൂപ്പാണെന്നൊക്കെ പ്രൂവ് ചെയ്തവരാണ്. അല്ലെ, ഇതിന്റെ കെയ്ലീസ് ടേബിൾ ആണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ, കെയ്ലീസ് ടേബിൾ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ് അല്ലേ, കെയ്ലീസ് ടേബിൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ കെയ്ലീസ് ടേബിൾ ഓഫ് U12? 1, 5, 7, 11 അല്ലേ, 1, 5, 7, 11. ഇവിടെ 1 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 1 5 5 7 11. 5 ആകുമ്പോൾ 5 into 1 5 5 into 5 25 ആണ്. 25നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആണ്. 5 into 7 35 ആണ്. 35നെ 7 11 കൊണ്ട് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 11 ആണ് അല്ലേ. 5 into 11 55. 55നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 7 ആണ്. 7 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 7 ആണ്. 7 into 5 35 ആണ്. 35 എന്ന് വെച്ചാൽ 11 ആണ്. 7 into 7 49 ആണ്. 49 എന്ന് വെച്ചാൽ 1 ആണ്. 7 into 11 77 ആണ്. 77നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ 5 വരും. 11 into 1 11 ആണ്. 5 into 11 55. 55നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്ര വരും? 48 7 അല്ലേ. 11 into 7 77. 77നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5 അല്ലേ, 72 പോയിട്ട് ബാക്കി 5. 11 into 11 121. 121നെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 വരും റിമൈൻഡർ. ഇതല്ലേ കെയ്ലീസ് ടേബിൾ? ഇത് ഗ്രൂപ്പാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ. ഇവിടെ വന്നിരിക്കുന്ന എലമെന്റ്സ് ഒക്കെ, ഇതിനകത്ത് വന്നിരിക്കുന്ന എലമെന്റ്സുകളൊക്കെ ഇവിടത്തെ എലമെന്റ്സ് ആണ്. അതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ഇവിടുത്തെ ഓപ്പറേഷൻ ക്ലോസ്ഡ് ആണ്, അസോസിയേറ്റീവ് ആണ്. 1 ആണ് ഐഡന്റിറ്റി എലമെന്റ്. 1ന്റെ ഇൻവേഴ്സ് 1 തന്നെ. 5ന്റെ ഇൻവേഴ്സ് ആരാ? 5നെ ആരെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്ത് പോകുന്ന കിട്ടി? 5ന്റെ ഇൻവേഴ്സ് 5 തന്നെ. 7ന്റെ ഇൻവേഴ്സ് 7 തന്നെ അല്ലേ. 11നെ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 1 കിട്ടിയപ്പോൾ 11ന്റെ ഇൻവേഴ്സ് 11 ആണ്. അടുത്ത ഫിഫ്ത്തിന്റെ ആൻസർ പറയടേ. ഇവിടെ ഫിഫ്ത്ത് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ആൻ എലമെന്റ് എക്സ് ആണല്ലേ. ഫൈൻഡ് ആൻ എലമെന്റ് എക്സ് in D4 such that R90 Vx H is equal to D dash. എടോ
ഇവിടെ തന്നിരിക്കുന്ന ഇക്വേഷൻ ഇതാണ് ഗിവൺ R90 Vx അല്ലെ R90 Vx H equal to D dash എന്നാണ് തന്നിരിക്കുന്നത് അല്ലേ. ഇവിടെ നിന്ന് എക്സ് കണ്ടുപിടിക്കാൻ ഒരു സൈഡിൽ നിന്ന് ഇവിടെ R0ന്റെ ഇൻവേഴ്സ് പോയാൽ ഇവിടെ R0 അങ്ങ് പോയി കിട്ടും. റൈറ്റ് സൈഡിൽ Hന്റെ ഇൻവേഴ്സ് അപ്ലൈ ചെയ്താൽ H അങ്ങ് പോയി കിട്ടും. നമുക്ക് എക്സ് മാത്രം കൊണ്ടുവരണം അല്ലേ, സോൾവ് ചെയ്യണം. ഇതിനെ സോൾവ് ചെയ്യുന്ന പണിയാണ് ചെയ്യുന്നത്. ഇപ്പൊ എന്ത് ചെയ്യും, ഇവിടെ രണ്ട് സൈഡ് R0ന്റെ ഇൻവേഴ്സ് ഓപ്പറേറ്റ് ചെയ്യും. അപ്പൊ R0 ഇൻവേഴ്സ് അല്ല R90ന്റെ ഇൻവേഴ്സ്, R90ന്റെ ഇൻവേഴ്സ് ആരുടെ, R90ന്റെ ഇൻവേഴ്സ് ആരോ, R90ന്റെ ഇൻവേഴ്സ് ആരാ, R270 അല്ലേ. R90യും R270യും കൂടി ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, 360 കിട്ടൂലേ. അപ്പൊ R270 കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാം. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ R270, ഇവിടെയും ലെഫ്റ്റ് സൈഡിൽ R270. പിന്നെ ഇവിടെ Vx താഴെ എക്സ് കിടപ്പുണ്ട്, പിന്നെ H is equal to D dash. രണ്ട് സൈഡ് R270 R90 ഉണ്ടായിരുന്നു അല്ലേ. R90 ഇവിടെ ഉണ്ട്, V ഉണ്ട്, X ഉണ്ട്, H ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടി എന്താവും, R270യും R270യും R90യും അസോസിയേറ്റിവിറ്റി അപ്ലൈ ചെയ്തു. Vx H is equal to ഇവിടെ R270 into D dash അല്ലേ. ഇനി അപ്പൊ ഇതെന്താവും, R270 R90 R0 R0 Vx H. ഞാൻ ഇനി റൈറ്റ് സൈഡിൽ Hന്റെ ഇൻവേഴ്സ് നമുക്കറിയാം. Hന്റെ ഇൻവേഴ്സ് ആര് തന്നെയാണ്, H ആണ്. Hന്റെ ഇൻവേഴ്സ് H തന്നെയാണ്. Hനെ H കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുമ്പോഴാണ് എടുത്തിട്ടുണ്ട്. അപ്പോ ഇവിടെ H ഓപ്പറേറ്റ് ചെയ്യുന്നു, റൈറ്റ് സൈഡിൽ H ഓപ്പറേറ്റ് ചെയ്യുന്നു, D dash H. ഇവിടെ R0 into V R0 ആയല്ലോ, V ആയല്ലോ. അപ്പൊ Vx into H into H. അപ്പൊ R270 D dash H. ഇനി എന്ത് ചെയ്യാം, H into H ആഡ് ചെയ്തിട്ട് ആയല്ലോ. Vന്റെ ഇൻവേഴ്സ് ആരാ, Vന്റെ ഇൻവേഴ്സ് V തന്നെയാണ്. അപ്പൊ എന്താ, ഇവിടെ V ഓപ്പറേറ്റ് ചെയ്യാം, ഇവിടെയും V ഓപ്പറേറ്റ്, V ലെഫ്റ്റ് സൈഡിലാണ് ഓപ്പറേറ്റ് ചെയ്യണം അല്ലേ. അപ്പോ Vx H into H ആഡ് ചെയ്തിട്ട് ആയല്ലോ, ഈക്വൽ ടു R270 D dash H. ഇനി V into V ആരായി, X ആയി, ഐഡന്റിറ്റി into X X ആയി. X is equal to V R270 D dash H. വേണമെങ്കിൽ ഇതെല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു ആൻസർ കിട്ടും. V R270 D dash H. അതാണ് X സോൾവ് ചെയ്തത്. Sixth question. Prove that set of all rational numbers of the form 3 raised to m, 6 raised to n, where m and n are integers, is a group under multiplication. അപ്പോൾ ഞാൻ അവിടെ ആ സെറ്റ് എടുക്കും. സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലെറ്റ് G is equal to set of all 3 raised to m into 6 raised to n, such that m and n are integers. Is a group under multiplication എന്നാ പറയുന്നത്. അപ്പോൾ ഇത് ഗ്രൂപ്പ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് കണ്ടീഷൻ എന്ത് പ്രൂവ് ചെയ്യണം, ഇവിടെ നിന്ന് രണ്ട് എലമെന്റ്സ് എടുക്കുക. ലെറ്റ് ആദ്യം ക്ലോസർ ആക്കണ്ടേ,
ലെറ്റ് ഒരു 3r ഇൻറ്റു 6s കോമ ഇവിടെ എലമെന്റ്സ് അങ്ങനെ ഇരിക്കുള്ളൂ. ഒരു 3t ഇൻറ്റു 6k ആർ 2 എലമെന്റ്സ് ഇൻ ജി അല്ലെ. ആദ്യം ബൈനറി പറയണ്ടേ. ജിയിലെ 2 എലമെന്റ്സ് എടുത്തു. മൾട്ടിപ്ലിക്കേഷനിലാണ് ഗ്രൂപ്പ് എന്ന് പറയേണ്ടത്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷനിൽ ബൈനറി പറയാൻ വേണ്ടി എന്ത് ചെയ്യണം? ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ആരൊക്കെ ഇൻഡിജേഴ്സ് ആണ്? ആർ, എസ്, ടി, കെ എല്ലാം ഇൻഡിജേഴ്സ് ആണ്. അപ്പോൾ 3r ഇൻറ്റു 6s ഇൻറ്റു 3t ഇൻറ്റു 6k ഇതെല്ലാം ഇൻഡിജേഴ്സ് അല്ലേ? ശ്രദ്ധിക്കുക, ഇത് ഈ ജിയിൽ വരുന്ന എലമെന്റ്സുകളെല്ലാം റാഷണൽ നമ്പേഴ്സ് ആണ്, ഇൻഡിജേഴ്സ് ആവണമെന്നില്ല. കാരണം നെഗറ്റീവ് ഇൻഡിജേഴ്സ് എമ്മിനും എന്നിനും പകരം വരാമല്ലോ. ഇപ്പോൾ 3 ഇൻറ്റു 6 -2 അതായത് 3/6² ആണ്, ഇതല്ലേ? 1 അല്ലേ 18 ആണ്. അപ്പോൾ ഇതിനകത്ത് വരുന്ന എലമെന്റ്സുകളെല്ലാം ക്യൂവിലെ എലമെന്റ്സ് ആയിരിക്കും, റാഷണൽ നമ്പർ സെറ്റിലെ എലമെന്റ്സുകളായിരിക്കും. ശരിയാണോ? ഇവിടെ വരുന്ന എലമെന്റ്സുകളെല്ലാം റാഷണൽ നമ്പർ സെറ്റിലെ എലമെന്റ്സുകളായിരിക്കും. റാഷണൽ നമ്പറിന്റെ സബ്സെറ്റ് ആണ് ആര്? ജി = 3m ഇൻറ്റു 6m. അപ്പൊ അത് ഈ 2 എലമെന്റ്സ് ഞാൻ എടുത്തു. ഇപ്പൊ റാഷണൽ നമ്പേഴ്സിൽ മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ അസോസിയേറ്റീവ് ആണ്. അപ്പൊ എനിക്ക് ഇങ്ങനെ എടുക്കാം, 3r ഇൻറ്റു 3r പ്ലസ് t ഇൻറ്റു 6s പ്ലസ് k. ഇത് എലമെന്റ് ഓഫ് ജി ആണ്. കാരണം എന്താ? സിൻസ് ആറും എസും ഇൻഡിജേഴ്സ് ആണെങ്കിൽ r പ്ലസ് ടി ഇൻഡിജർ ആണ്, എസ് പ്ലസ് കെയും ഇൻഡിജർ ആണ്. ശരിയല്ലേ? അപ്പോ നമ്മുടെ ഈ ഗ്രൂപ്പിലെ എലമെന്റ്സുകളുടെ സ്ട്രക്ചർ എന്താണ്? ജി എന്ന സെറ്റിലെ എലമെന്റ്സുകളുടെ സ്ട്രക്ചർ എന്താ? 3 ഇൻറ്റു 6 സംതിങ് ആയിട്ട് വരുന്ന ആൾക്കാരുടെ കളക്ഷൻ ആണ് ജിയിൽ വരുന്നത്. ഇവിടെ കണ്ടില്ലേ, 3 ഒരു ഇൻഡിജർ ഇൻറ്റു 6 ഒരു ഇൻഡിജർ, ഈ ഫോമിൽ വരുന്ന എലമെന്റ് ജിയിലാണ്. അപ്പോ therefore multiplication is closed. Multiplication is closed. Multiplication is closed on G. എല്ലാ ജിക്കകത്തുള്ള ഏത് 2 എലമെന്റ്സ് എടുത്താലും അല്ലെ, ജിക്കകത്തുള്ള ഏത് 2 എലമെന്റ്സ് എടുത്താലും ഏതോ 2 ആർബിട്രറി എലമെന്റ്സ് ആണ് ഇത് രണ്ടും. കാരണം ജിയിൽ എലമെന്റ്സുകളൊക്കെ ഈ ഫോമിലായിരിക്കുന്നത്. അവയെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇതേ ഫോമിൽ തന്നെ വന്നു, 3 ഒരു ഇൻഡിജർ ഇൻറ്റു 6 മറ്റൊരു ഇൻഡിജർ എന്ന ഫോമിൽ തന്നെ വന്നു. അപ്പോൾ ഈ പ്രോഡക്റ്റും ജിയിലുള്ളതാണ്. അതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ ക്ലോസ്ഡ് ആയി. ഇനി മൾട്ടിപ്ലിക്കേഷൻ ഓഫ് റാഷണൽ നമ്പേഴ്സ് ഈസ് അസോസിയേറ്റീവ് ആണ്. അതുകൊണ്ട് അസോസിയേറ്റിവിറ്റി പ്രോപ്പർട്ടി വളരെ ക്ലിയർ ആണ്. ക്ലിയർലി അസോസിയേറ്റിവിറ്റി ഈസ് ട്രൂ. ക്ലിയർലി associativity holds. In the reason since multiplication is associative on rational numbers. Multiplication is associative on rational numbers. ഇനി ആരാണ്ടോ ഇവിടെ താഴെജിറ്റി എലമെന്റ്? ഇവിടെ താഴെജിറ്റി എലമെന്റ് ആരാ? we have 3 ഇൻറ്റു 6 എലമെന്റ് ഓഫ് ജി അല്ലേ? അത് 1 അല്ലേ? implies 1 is താഴെജിറ്റി എലമെന്റ്. അതായത് 3 into 6 is the additive, is the multiplicative identity.
is the identity element in G. Identity element in G. അടുത്ത ഇൻവേഴ്സ് വേണ്ടേ? അപ്പോൾ ഇൻവേഴ്സ് പ്രോപ്പർട്ടിക്ക് വേണ്ടി ഞാൻ ലെറ്റ് 3 raised to r into 3 raised 6 raised to s 3 raised to r into 6 raised to s ലെറ്റ് ഏതോ ഒരു എലമെന്റ് ആണ് 3 raised to r into 6 raised to s എലമെന്റ് ഓഫ് എവിടെ G. അപ്പോൾ 3 raised to r into 6 raised to s എലമെന്റ് ഓഫ് G ആണെങ്കിൽ r s ഇന്റിജർ ആയിരിക്കും. Then 3 raised to minus r into 6 raised to minus s element of G. എന്താ r s ഇന്റിജർ ആണെങ്കിൽ മൈനസ് r മൈനസ് s ഇന്റിജർ ആണ്. That is 3 raised to r into 3 raised to s into 3 raised to minus r into 6 raised to s 3 raised to r into 6 raised to s 3 raised to minus r into 6 raised to minus s equal to എന്താ 3 raised to 0 into 6 raised to 0 ആവും. തിരിച്ചെടുത്താലും അങ്ങനെയാണ് 3 raised to minus r into 6 raised to minus s into 3 raised to r into 6 raised to s. Therefore 3 raised to minus r into 6 raised to minus s is the inverse of 3 raised to r into 6 raised to s in G. അടുത്ത നാലാമത്തേല് പറഞ്ഞു. ഇപ്പൊ അതുപോലെ തന്നെ hence G is a group under multiplication. ജിയിൽ പറഞ്ഞ എലമെന്റ്സുകളുടെ ഫോം മനസ്സിലായല്ലോ. ഫോം മനസ്സിലായ ചുമ്മാ ഗ്രൂപ്പിന്റെ പ്രോപ്പർട്ടീസ് ഗ്രൂപ്പിന്റെ ഡെഫിനിഷൻ അങ്ങ് സാറ്റിസ്ഫൈ ചെയ്താണ്. അടുത്ത ക്വസ്റ്റ്യൻ prove that 7 അല്ലേ. Prove that if G is a group with the property that square of every element is the identity, then G is abelian. അല്ലേ. Prove that if G is a group, like given G is a group, ഈ ഗ്രൂപ്പ് തന്നിട്ടുണ്ട് with the property that square of every element is identity. ജിയിലെ പ്രത്യേകത എന്തെന്നറിയാമോ? ജിയിലെ പ്രത്യേകത സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ എല്ലാം ആരാണ്? ഐഡന്റിറ്റിയാണ്. ഇതാണ് ജിയിലെ എലമെന്റ്സുകളുടെ പ്രത്യേകത. 7th ക്വസ്റ്റ്യൻ പറയുന്നത് എങ്ങനെയാണ്? പ്രൂവ് ദാറ്റ് ഇഫ് ജി ഈസ് എ ഗ്രൂപ്പ് വിത്ത് ഐഡന്റിറ്റി, ഗ്രൂപ്പ് വിത്ത് പ്രോപ്പർട്ടി that the square of every element is the identity. അപ്പോൾ ജിയില് എക്സ് എന്ന എലമെന്റ് ഉണ്ടാവും. കാരണം എക്സ് സ്ക്വയർ ഐഡന്റിറ്റി ആണെങ്കിൽ അത്തരം എലമെന്റ്സുകളുടെ കളക്ഷൻ ആണ് ജി എന്ന് പറയാം. ഇതെന്ത് പറയണം? നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? പ്രൂവ് ദാറ്റ് ജി ഈസ് അബീലിയൻ എന്നാണ്. ജി അബീലിയൻ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ജി ഒരു ഗ്രൂപ്പാണ്. ജി ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇ ആണ്. അങ്ങനെയാണെങ്കിൽ ജി അബീലിയൻ ഗ്രൂപ്പ് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ജി അബീലിയൻ ഗ്രൂപ്പ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം? ജി ഗ്രൂപ്പ് എന്ന് വന്നിരിക്കുകയല്ലേ, ജി അബീലിയൻ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്മ്യൂട്ടേറ്റിവിറ്റി ഹോൾഡ് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഞാൻ 2 എലമെന്റ്സ് എടുക്കും. ലെറ്റ് എയും ബിയും ജിയും എടുക്കും. എടോ എയും ബിയും ജിയിൽ എലമെന്റ്സ് ആണെങ്കിൽ എ സ്ക്വയർ ഐഡന്റിറ്റി ആയിരിക്കും, ബി സ്ക്വയർ ഐഡന്റിറ്റി ആയിരിക്കും. അങ്ങനെയല്ലേ ഡെഫിനിഷൻ പറയണേ? ജിയിൽ എക്സ് ഉണ്ടെങ്കിൽ എക്സ് സ്ക്വയർ ഐഡന്റിറ്റി ആവും. എക്സ് സ്ക്വയർ ഐഡന്റിറ്റി ആണെങ്കിൽ എക്സ് ജിയിൽ വരുള്ളൂ. അപ്പോൾ എയും ബിയും ജിയിൽ ഉണ്ടെങ്കിൽ എ സ്ക്വയറും ബി സ്ക്വയറും ഐഡന്റിറ്റി ആവും. എനിക്ക് എന്ത് പ്രൂവ് ചെയ്യണം? എ ബി ഇസ് ഈക്വൽ ടു ബി എ അല്ലേ?
എനിക്ക് പോലെ ജി ഈസ് ആൻ അബീലിയൻ ഗ്രൂപ്പ് എന്നല്ലേ പ്രൂവ് ചെയ്യണ്ടേ. therefore ജി ഈസ് ആൻ അബീലിയൻ ഗ്രൂപ്പ് എന്നാ പ്രൂവ് ചെയ്യണ്ടേ. ജി അബീലിയൻ ഗ്രൂപ്പ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി എന്ത് പ്രൂവ് ചെയ്യണം? എ ബി ഇസ് ഈക്വൽ ടു ബി എ ഫോർ ഓൾ എ കോമ ബി എലമെന്റ് ഓഫ് ജി. ജിയിലെ ഏത് രണ്ട് എലമെന്റ് എടുത്താലും എ ബി ഇസ് ഈക്വൽ ടു ബി എ എന്ന് പ്രൂവ് ചെയ്യണം. എന്നാലേ എന്താവുള്ളൂ? അബീലിയൻ ഗ്രൂപ്പ് ആവുള്ളൂ. അപ്പോൾ ഞാൻ എയും ബിയും ജിയും എടുത്തു. നോക്കണേ, എയും ബിയും ജിയിലുണ്ടെങ്കിൽ ജി ഗ്രൂപ്പ് അല്ലേ. അപ്പോൾ എ ബിയും ഇവിടെ കാണും അല്ലേ. എന്താ എ ബി ജിയിൽ കാണണ്ടേ? കാരണം എന്താ? എയും ബിയും ജിയിൽ എലമെന്റ് അല്ലേ. അവിടെ ക്ലോഷർ പ്രോപ്പർട്ടി വെച്ചിട്ട് എനിക്ക് എന്ത് പറയാം? ക്ലോഷർ പ്രോപ്പർട്ടി ജി ഗ്രൂപ്പ് ആയതുകൊണ്ട് ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യല്ലോ. ക്ലോഷർ പ്രോപ്പർട്ടി വെച്ചിട്ട് എ ബി ജിയിൽ എലമെന്റ് ആണെന്ന് പറയാമല്ലോ. എയും ബിയും ജിയിൽ എലമെന്റ് ആണെങ്കിൽ എ ബി ജിയിൽ എലമെന്റ് ആയേ പറ്റുള്ളൂ. ഇനി എ ബി ജിയിൽ എലമെന്റ് ആണെങ്കിൽ എ ബി സ്ക്വയർ എന്തായിരിക്കും ഇവിടെ? ഐഡന്റിറ്റി ആയിരിക്കും. ശരിയല്ലേ? എക്സ് ജിയിൽ എലമെന്റ് ആണെങ്കിൽ എക്സ് സ്ക്വയർ ഐഡന്റിറ്റി ആവും അല്ലെ. എക്സ് സ്ക്വയർ ഐഡന്റിറ്റി ആയാലേ എക്സ് ജിയിൽ എലമെന്റ് ആവുള്ളൂ. അപ്പോൾ എ ബി ജിയിൽ ഉണ്ടെങ്കിൽ എ ബി സ്ക്വയർ ഐഡന്റിറ്റി ആയിരിക്കും. ഇനി എ ബി സ്ക്വയർ ഐഡന്റിറ്റി എന്ന് വെച്ചാൽ മീനിങ് എന്താ? എ ബി സ്ക്വയർ ഐഡന്റിറ്റി മീൻസ് എ ബി ഇൻറ്റു എ ബി ഇസ് ഈക്വൽ ടു ഐഡന്റിറ്റി എന്നല്ലേ. എ ബി ഇൻറ്റു എ ബി ഇസ് ഈക്വൽ ടു ഐഡന്റിറ്റിനെ ഞാൻ ഐഡന്റിറ്റിനെ ഇങ്ങനെ എഴുതാലോ, ചുമ്മാ എഴുതാലോ, ഇ ഇൻറ്റു ഇ എന്ന് എഴുതാലോ. ഇവിടെ ഞാൻ ഇവിടെ ഇവിടെ എടുക്കുന്ന അസോസിയേറ്റ് എ ഇൻറ്റു ബി എ ഇൻറ്റു ബി എന്ന് എടുക്കാമല്ലോ. നോക്കണേ, ഇതാ ഈ ഇക്ക് പകരം ഇവിടത്തെ ഇക്ക് പകരം ഇതാ ഈ ഇക്ക് പകരം എ സ്ക്വയർ കൊടുക്കാമല്ലോ. എ സ്ക്വയർ. ഇതാ ഈ ഇക്ക് പകരം ബി സ്ക്വയർ കൊടുക്കാമല്ലോ. എ സ്ക്വയർ ബി സ്ക്വയർ. എന്ന് വെച്ചാൽ എന്താ? എന്ന് വെച്ചാൽ എന്താ ഉണ്ട്? എന്ന് വെച്ചാൽ എന്താണ്? എ സ്ക്വയർ എന്നുവെച്ചാൽ എ ഇൻറ്റു എ എന്നല്ലേ. അപ്പോൾ എ ഇൻറ്റു ബി എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു എ സ്ക്വയർ എന്ന് വെച്ചാൽ എ ഇൻറ്റു ബി സ്ക്വയർ എന്ന് വെച്ചാൽ ബി ഇൻറ്റു ബി അല്ലേ. അപ്പോൾ എ ഇൻറ്റു ബി എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു ഇവിടെ ഈ അസോസിയേറ്റീവ് അപ്ലൈ ചെയ്യാമല്ലോ. എ ഇൻറ്റു എ ബി ഇൻറ്റു ബി എന്നെടുക്കാമല്ലോ. ഇനി ലെഫ്റ്റും റൈറ്റും ക്യാൻസലേഷനിൽ അപ്ലൈ ചെയ്യാമല്ലോ. അപ്പോൾ എന്താവും? ലെഫ്റ്റും റൈറ്റും ക്യാൻസലേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ ലെഫ്റ്റ് ക്യാൻസലേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ ബി എ ലെഫ്റ്റ് ക്യാൻസലേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? ലെഫ്റ്റ് ക്യാൻസലേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ ബി എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു എ കട്ട് ചെയ്യുമല്ലോ, എ ബി ഇൻറ്റു ബി. അടുത്ത റൈറ്റ് ക്യാൻസലേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ ബി എ ഇസ് ഈക്വൽ ടു എ ബി ആയില്ലേ. ദാറ്റ് ഈസ് എ ബി ഇസ് ഈക്വൽ ടു ബി എ. ഞാൻ ഏതോ രണ്ട് എലമെന്റ്സ് എടുത്തത് എയും ബി. ഇപ്പൊ ഏത് രണ്ട് എലമെന്റ്സ് എടുത്താലും ഓൾ എ കോമ ബി എലമെന്റ് ഓഫ്. therefore commutativity property holds. Thus G is an abelian group. So set of all x such that x square is equal to identity എന്നെടുത്താൽ ആ ഗ്രൂപ്പ് അബീലിയൻ ഗ്രൂപ്പ് ആയിരിക്കും. അതായത് എല്ലാ എലമെന്റ്സുകളുടെയും സ്ക്വയർ ഐഡന്റിറ്റിയാണ്. എല്ലാ എലമെന്റ്സുകളുടെയും സ്ക്വയർ ഐഡന്റിറ്റിയാണ്. അടുത്ത എട്ടാമത്തെ. Prove that let G is equal to set of all elements of the form 1 A B 0 1 C 0 0 1 such that A B C are
റിയൽ നമ്പേഴ്സ്. നമുക്കിത് ജി, ഇത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിലെ ഗ്രൂപ്പ് ആണെന്ന് പറയണം. ഇവിടെ വരുന്ന എലമെന്റ്സുകളുടെ സ്ട്രക്ചർ എങ്ങനെയാണ്? ലോകത്തുള്ള എല്ലാ 3x3 മെട്രിക്സും ഇല്ല ഇവിടെ. ഇവിടെ എങ്ങനെയുള്ള മെട്രിക്സേ ഉള്ളൂ? ഇവിടെ എങ്ങനെയുള്ള മെട്രിക്സേ ഉള്ളൂ? ഇവിടെ എങ്ങനെയുള്ള മെട്രിക്സേ ഉള്ളൂ എന്നാ പറയണേ? ഇവിടെ ആക്ച്വലി ഇത് ആരാ? ഇത് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സസ് ആണ്. ശരിയാണ്, ഇത് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സസിന്റെ കളക്ഷൻ ആണ്. സെറ്റ് ഓഫ് ഓൾ 3x3 അപ്പർ ട്രയാങ്കുലർ മെട്രിക്സസ് ആണ്. ശരിയല്ലേ? താഴെ 0 0 0 അല്ലേ വന്നില്ലേ? അപ്പൊ ഇത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിലെ ഗ്രൂപ്പ് എന്നാണ് കാണിക്കേണ്ടത്. ഇത് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷനിലെ ഗ്രൂപ്പ് എന്ന് കാണിക്കാൻ ഞാൻ ഇവിടെ പ്രൂഫ് എഴുതുന്നില്ല. നിങ്ങൾ തന്നെ ഇവിടെ നിന്ന് 2 എലമെന്റ്സ് എടുക്കുക. ആദ്യം ലെറ്റ് എ ഇസ് ഈക്വൽ ടു ഒരു എലമെന്റ് എടുക്കുക. 1 a b 0 1 c 0 0 1 ആൻഡ് ബി വേറൊരു മെട്രിക്സ് എടുക്കുക. ഒരു 1 a ഡാഷ് b ഡാഷ് 0 1 c ഡാഷ് 0 0 1 1ന് 1 ഡാഷ് എന്ന് എടുത്തു കളയും. ലെറ്റ് എ ആൻഡ് ബി ആർ 2 എലമെന്റ്സ് ഇൻ ജി. അല്ലേ? ഈ സെറ്റിന്റെ പ്രത്യേകത ഇവിടെ കിട്ടിയോ? എങ്ങനെയുള്ള മെട്രിക്സുകളാണ്? ഡയഗണൽ എലമെന്റ്സ് 1 ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നു. ബാക്കി ലോവർ ട്രയാങ്കുലറിൽ എല്ലാം 0. അപ്പർ ട്രയാങ്കുലറിൽ ഏത് റിയൽ നമ്പർ വേണം വരാം. 0യും വരാം, എ ബി സിക്ക് വരാം, ഏത് റിയൽ നമ്പർ വേണോ വരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എ ബി കണ്ടുപിടിച്ച് നോക്കണം. എ ബി കണ്ടുപിടിക്കുമ്പോൾ ഈ ഫോമിൽ തന്നെ കിട്ടണം. ഈ ഫോമിൽ തന്നെ കിട്ടുന്നുവെങ്കിൽ 0 0 0 ഇവിടെ സംതിങ് കെ എന്നും എൽ എന്നും എം എന്നും കിട്ടുകയാണെങ്കിൽ ഇത് ജിയിൽ എലമെന്റ് ആവും. അല്ലെ? ഈ ഫോമിൽ വന്നാൽ, ഏത് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിന്റെ ഫോമിൽ വന്നാൽ എ ബി ജിയിൽ ഉണ്ടാവും. അപ്പോൾ ഉടനെ നമുക്ക് എന്ത് പറയാം? ദാറ്റ് ഈസ് എ ബി എലമെന്റ് ഓഫ് ജി ഫോർ ഓൾ എ ബി എലമെന്റ് ഓഫ് ജി. Therefore, matrix multiplication is closure property. Matrix multiplication is associative. Matrix multiplication, we have matrix multiplication is associative. So ജിക്കകത്ത് മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് ആയിരിക്കും. ഇവിടുത്തെ അഡിറ്റീവ് എലമെന്റ് ആരായിരിക്കും? 1 0 0 0 1 0 0 0 1 അല്ലെ? എക്കും ബിക്കും സിക്കും 0 കൊടുക്കും. ഇതായിരിക്കും അഡിറ്റീവ് എലമെന്റ്. ഇൻവേഴ്സ് എലമെന്റ് ആരെന്ന് കണ്ടുപിടിക്കുക. ഇൻവേഴ്സ് എലമെന്റ് ആരെന്ന് കണ്ടുപിടിക്കുക. ഇൻവേഴ്സ് എലമെന്റ് ഒരു കാര്യമായിട്ട് ശ്രദ്ധിച്ച് ചെയ്യണം. നിങ്ങൾ ചെയ്തു നോക്ക്. പറ്റിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ബാക്കിയും കുറെ ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ, 4 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇനി ഇന്നും പറ്റുമെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ഇടാം. എന്തായാലും നമ്മൾ പഠിച്ച സാധനങ്ങൾ തകവാവുക. കാരണം പഠിച്ച തിയറി നന്നായിട്ട് ഉറപ്പാവണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ്, എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ചെയ്യണം. ഇപ്പോൾ നിർത്താം.